നിങ്ങൾ നിന്ന നേരിട്ട സ്ഥലത്ത്, ലജ്ജ നേരിട്ട സ്ഥലത്ത് ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ കീർത്തി വിഷയമാക്കി തീർക്കും. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകി തരുന്ന ദൂത് അതാണ്. ദൈവം നിങ്ങളെ ഒരു കീർത്തി വിഷയമാക്കി മാറ്റും. പക്ഷെ ആ കീർത്തി വിഷയമാകുന്നതിന് മുമ്പ് ഒരു സാധാരണ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു അഭിമാന വിഷയമായി മാറാറില്ല, ഒരു നിന്ദാ വിഷയമായി തീർന്നത്. സമൂഹം തള്ളിക്കളഞ്ഞ കേസ്, മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് തെറ്റായ വാർത്തകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി തകർന്നുപോയെന്ന് വിധി എഴുതിയ ഇടത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം തിരിച്ചു കൊണ്ടുവരുമ്പോൾ, മടക്കിക്കൊണ്ടുവരുമ്പോൾ, മാനിക്കുമ്പോഴാണ് അതൊരു അത്ഭുതമായി മാറുന്നത്. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നിന്ദകളെ, നിങ്ങൾ നിന്ദിക്കപ്പെട്ട ഇടത്ത് തന്നെ നിങ്ങളുടെ നിന്ദകളെ ദൈവം ഉരുട്ടിക്കളഞ്ഞിട്ട് ദൈവം നിങ്ങളെ മാനിക്കുവാൻ, ഒരു കീർത്തി വിഷയമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലെ പോരായ്മകൾ കൊണ്ടുള്ള നിന്ദകളായിരിക്കാം, നിങ്ങളുടെ തലമുറകൾ നിമിത്തം ഉണ്ടായിട്ടിരിക്കുന്ന വേദനപ്പെടുത്തുന്ന സംഭവങ്ങളോ മറ്റുള്ള വിഷമങ്ങളോ ആയിരിക്കാം. എന്തായാലും ശരി, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നത് കൊണ്ട് ആ നിന്ന വിഷയങ്ങളെ ദൈവം മാറ്റി കീർത്തിയുടെ വിഷയമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ആമേൻ. 42-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ അസ്ഥികളെയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള നിന്ന. ഹല്ലേലൂയ. ഈ ചോദ്യം തന്നെ 105-ാം സങ്കീർത്തനത്തിൻ്റെ 115-ാം സങ്കീർത്തനത്തിൽ ഇതേ വാക്യം തന്നെ കാണുന്നുണ്ട്. എവിടെ നിന്റെ ദൈവം? 115-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കും, നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം പല പ്രാർത്ഥനകൾക്കും മറുപടി കാണാൻ കഴിയുന്നില്ല, ചൂണ്ടിക്കാണിക്കാനായി ഏതെങ്കിലും ഒരു വിടുതലിനെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സത്യദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യങ്ങൾ. ഹല്ലേലൂയ. ഈ ചോദ്യം ദൈവമക്കളെ നമ്മൾ കേൾക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചോദ്യം കേൾക്കണം. ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കണം. എവിടെ നിന്റെ ദൈവം? കാരണം എന്താണെന്നറിയാമോ? അങ്ങനത്തെ ഒരു ചോദ്യം വരുന്നത് നിങ്ങളെ അല്ല അവർ അന്വേഷിക്കുന്നു, നിങ്ങളെയല്ല അവർ പരിഹസിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തെയാണ് പരിഹസിക്കുന്നതെങ്കിൽ അതിൻ്റെ മറുപടിയും അതിൻ്റെ പരിഹാരവും ദൈവം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഗോലിയാത്തിനോട് ദാവീദിന് പറയാനുള്ളത്, നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ, നീ ആരെയാണ് നിന്ദിച്ചത്? അവൻ്റെ ദേവന്റെ നാമം ചൊല്ലി ദാവീദിനെ ശപിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ശപിക്കുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ നീ നിന്ദിക്കുന്ന ദൈവം, ഹല്ലേലൂയ. അശൂർ രാജാവായ സെൻഹേരീബ് വടക്കൻ രാജ്യമായ ഇസ്രായേലിനെ കീഴടക്കിയിട്ട് വരുന്ന സമയത്ത് തെക്കൻ രാജ്യമായ യഹൂദയെ കീഴടക്കാൻ വരുമ്പോൾ ഹിസ്കിയ രാജാവിൻ്റെ ജനത്തോടും അവരോടും പറയാണ്, യഹോവ നിങ്ങളെ ചതിക്കരുത്, ഹിസ്കിയ രാജാവ് നിങ്ങളെ ചതിക്കരുത്. യഹോവയുടെ കൈ, യഹോവയൊന്നും ആരെയും വിടുവിക്കത്തില്ല, യഹോവയ്ക്കൊന്നും ശക്തിയില്ല. കാരണം ഇസ്രായേൽ ജനത്തെ, വടക്കൻ രാജ്യമായ ഇസ്രായേലിനെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ട് ദൈവമൊന്നും അനങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് മറ്റ് ജാതീയ ദേവന്മാരെ പോലെയുള്ള ശക്തി, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി പോലും യഹോവയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് യഹോവയെ പരിഹസിച്ച് ഹിസ്കിയാവിനോടും അവൻ്റെ ജനത്തോടും പറഞ്ഞ് അവളുടെ മനസ്സിനെ തകർക്കാൻ നോക്കി. പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. ദൈവം അവിടെ എഴുതിയിരിക്കുന്ന മറ്റു ദേവന്മാരെ പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തെ സമമാക്കി തുല്യമാക്കി പറഞ്ഞതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, അന്ന് രാത്രി, പരിഹസിച്ച ആ രാത്രി യഹോവയുടെ ഒരു ദൂതൻ ഇറങ്ങി അശൂർ പാളയത്തിലെ 1,85,000 പേരെ കൊന്നുകളഞ്ഞു. തീർന്നില്ല. പരിഹസിച്ച ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ദേവൻ ആണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സെൻഹേരീബ്, ഈ ദൂതൻ ഇറങ്ങി ഇവരെ സംഹരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടോടി തൻ്റെ ദേവൻ്റെ അടുക്കൽ അഭയം പ്രാപിക്കാനായി നിസ്രോക്ക് എന്ന് പറഞ്ഞ തൻ്റെ ദേവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന സംഭവമുണ്ട്. നിസ്രോക്ക് എന്ന് പറഞ്ഞ ദേവൻ്റെ അടുക്കൽ ചെന്ന് എന്നെ രക്ഷിക്കും, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെന്നപ്പോൾ ആ ദേവൻ്റെ മുമ്പിൽ, ആ വിഗ്രഹത്തിൻ്റെ മുമ്പിലിട്ട്, നിസ്രോക്കിൻ എന്ന് പറഞ്ഞ ദേവൻ്റെ മുമ്പിലിട്ട് സെൻഹേരീബിനെ അവൻ്റെ 2 മക്കൾ വെട്ടിക്കൊന്നു കളഞ്ഞു. സെൻഹേരീബിനെ അവൻ്റെ മക്കൾ തന്നെ ദേവൻ്റെ മുമ്പിൽ. ഞാൻ ദേവന് ശക്തിയില്ലെന്നുള്ള കാര്യം
അവനും തിരിച്ചറിയുവാനിടയാക്കി. ഹല്ലേലൂയ. യഹോവയായ ദൈവം ആരാണ്? നിന്റെ ദൈവം എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം ആ സ്വർഗത്തിലുള്ളെന്നൊരു വാക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഇല്ലേ പറയണ്ട. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് ലോകം കണ്ട വലിയ സാമ്രാജ്യ സ്ഥാപകനാ, ബാബേൽ സാമ്രാജ്യം സ്ഥാപിച്ച ആളാണ്, അനേക രാജ്യങ്ങൾ കീഴടക്കിയ മനുഷ്യനാണ്. BC 600 അല്ലെങ്കിൽ 600-500 ഇടയ്ക്കുള്ള സമയത്ത്. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെന്ന് യഹൂദ ബാലന്മാരെ പരിഹസിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനെന്ന് ആരെന്ന് നെബൂഖദ്നേസർ പറയാൻ കാരണം, നേരത്തെ ഇസ്രായേലിനെ സെൻഹേരീബ് അശൂർ രാജാവും യഹൂദയെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറും കീഴടക്കി. അപ്പോൾ അവൻ്റെ ചിന്ത, യഹോവയ്ക്ക് ശക്തിയില്ല, യഹൂദന്മാരുടെ ദൈവത്തിന് ശക്തിയില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ അവരെ കീഴടക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? അതുകൊണ്ട് മര്യാദയ്ക്ക് വീണ് എന്നെ നമസ്കരിക്കുക, ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുക, യഹോവയ്ക്ക് ശക്തിയില്ല. അപ്പോൾ യഹൂദ ബാലന്മാരുടെ മറുപടി ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ നിന്നോട് ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഉത്തരം പറയേണ്ട ദൈവം പറഞ്ഞോളൂ തന്നെ അർത്ഥം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു കേട്ടോ, തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവം ഉണ്ടെന്ന് ആ നെബൂഖദ്നേസറിന്റെ കണ്ണിനെ ദൈവം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്റെ ദൈവം എവിടെയെന്ന് ആരൊക്കെ പരിഹസിക്കുന്നു, എവിടെയൊക്കെ നിന്ദിക്കുന്നു, അവിടെ ഒരു കാര്യം തിരിച്ചറിയുക, അവിടെ ഒരു അത്ഭുതം നടക്കും. ദൈവമായിട്ട് തന്നെ അത്ഭുതം ചെയ്യും. കാരണം ദൈവം ആരാന്ന് ചോദിച്ചാൽ ദൈവമാണ് അതിന് മറുപടി കൊടുക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ് നിന്ദിക്കുന്നതെങ്കിൽ ദൈവത്തിന് ജീവനുള്ളത് കൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ രീതിയിലുള്ള മറുപടി കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. നിങ്ങൾ നെഗറ്റീവായ പ്രതികരണമൊന്നും വേണ്ട. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തിയും അറിയാവുന്ന നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. നിന്ദകളെ കർത്താവ് ഉരട്ടിക്കളയും. നിങ്ങളെ അപമാന വിഷയമാക്കിയെടുത്ത് ദൈവം കീർത്തി വിഷയമാക്കി മാറ്റും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവ്, ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുപ്പച്ച മാനിക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കായി സ്തോത്രം. പിറുവിറുക്കാതെ മറ്റുള്ളവർ കളിയാക്കും തോറും, നിന്ദിക്കും തോറും, പഴിക്കും തോറും കർത്താവിന് മഹത്വം കൊടുത്ത് ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിപ്പാൻ സഹായിക്കണം. നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. എവിടെയൊക്കെ പരിഹസിക്കപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, താഴ്ത്തപ്പെട്ടോ, അവിടെയൊക്കെ ദൈവം ഉയർത്തും. നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഹാവ് എ ബ്ലസ്സഡ് ഡേ.